प्यारे बच्चों, आदाब। 9वीं जमात के ऑनलाइन क्लास के लिए तमाम बच्चों को खैर मकदम। प्यारे बच्चों, पिछले क्लास में हम भगवान दास और उनके ख़ानदान की ज़िंदगी के बारे में पढ़ा। आज हमें हमारे दरसी किताब के तीसरे मॉड्यूल की तरफ जाए। तीसरा मॉड्यूल है इम्तिहान। एक उर्दू के मशहूर अफसान निगार मिर्ज़ा फ़रख्तुल्लाह बेग का एक अफसाना है। आइए हमें इस അഫ്സാനെ की तरफ जाए। പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാൻ ദാസിൻ്റെ ജീവിത കഥ നമ്മൾ വായിച്ചു മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ 3ാമത്തെ മൊഡ്യൂൾ നമുക്ക് ചർച്ച ചെയ്യാം. 3ാമത്തെ മൊഡ്യൂൾ ഇംതിഹാൻ, പരീക്ഷ. ഈ പാഠഭാഗം ഉറുദു ഭാഷയിലെ പ്രശസ്ത കഥാകൃത്ത് മിർസ ഫറഖ്തുല്ലാ ബേഗിൻ്റെ ഒരു കഹാനി ഹെ, കഥയാണ്. വരൂ നമുക്ക് പാഠഭാഗം ചർച്ച ചെയ്യാം. बच्चों, हमारा दूसरा सबक हमने पढ़ा. രണ്ടാമത്തെ പാഠം നമ്മളൊക്കെ പഠിച്ചു. उसका अहम किरदार മെയിൻ ക്യാരക്ടർ कौन था? ആരായിരുന്നു അതിലെ മെയിൻ കഥാപാത്രം? ഭഗവാൻ दास. ओके बच्चों, भगवान दास का काम क्या था? അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഭഗവാൻ ദാസ് ഖോൻ ഥാ? ആരായിരുന്നു ഭഗവാൻ ദാസ്? बताइए. वो एक मछेरा था. वो भगवान दास एक मछेरा है. ओके, ഒരു ഫിഷർമാൻ ആയിരുന്നു. ഓക്കെ. भगवान दास की बेटी कौन है? भगवान दास की बेटी का नाम क्या है? हाँ, भगवान दास की बेटी कौन थी? भगवान दास की बेटी कौन थी? ആരായിരുന്നു ഭഗവാൻ ദാസിന്റെ മകൾ? സാവിത്രി. ഓക്കെ. സാവിത്രി क्या कर रही है? സാവിത്രി क्या कर रही है? എന്ത് ചെയ്യുകയായിരുന്നു അവൾ? വീട്ടുജോലി ചെയ്യുകയായിരുന്നോ? അല്ലല്ലോ. സാവിത്രി കഹാ പഠती है? सावित्री कॉलेज में पढ़ रही है. सावित्री कॉलेज में पढ़ रही है. बच्चों, आज हमारा तीसरा सबक देखिए, इम्तिहान. तीसरा सबक का उन्वान, 3ാമത്തെ പാഠത്തിന്റെ ഹെഡിങ് എന്താണ്? उन्वान क्या है? എന്താണ് ഹെഡിങ്? इम्तिहान. उसका माना क्या है? इम्तिहान का माना क्या है? समझा? चंद बच्चे बोले हैं उसका जवाब. കുറച്ച് കുട്ടികളുടെ ഉത്തരം പറഞ്ഞല്ലോ ഇംതിഹാൻ. ഓക്കെ, ये पिक्चर देखो बच्चों. ये पिक्चर देखो. ഈ ചിത്രം നിങ്ങൾ കാണുക. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, पिक्चर देखा है ना? ओके, क्या है इम्तिहान? क्या है? एग्जाम. ओके, അപ്പോൾ हमारा तीसरा सबक का नाम इम्तिहान है. देखो बच्चों, हमारी किताब देखो, इम्तिहान. हमने पहले चर्चा किया, भगवान दास की बेटी कॉलेज में पढ़ रही है. कॉलेज में पढ़ रही है सावित्री.
सावित्री के इम्तिहान के लिए फीस अदा करने का आखिरी दिन था. इम्तिहान के लिए फीस अदा करने का आखिरी दिन था. आखिरी दिन था, ലാസ്റ്റ് ഡേ था. ഫീസ് അടക്കാനുള്ള അവസാന ദിവസമായിരുന്നു. സാവിത്രി എന്ത് ചെയ്തു? സാവിത്രി കോളേജ് നെഹിം ഗയി. ഫീസ് അടക്കാനുള്ള അവസാന ദിവസമാണ്, അവളുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് സാവിത്രി കോളേജ് നെഹിം ഗയി. സാവിത്രി ക്യാ കിയ, എന്ത് ചെയ്തു? സാവിത്രി കോളേജ് നെഹിം ഗയി, കോളേജിൽ അന്ന് പോയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? രാവിലെ എന്താ ചെയ്ത് നോക്ക്. സുബാ സുബാ മായൂസ് ഹോക്കർ, പരേശാൻ ഹോക്കർ, ദുഃഖ് ഹോക്കർ അമ്മി കെ പാസ് ആയി, ബാഗമതി കെ പാസ് ആയി. എന്നിട്ട് അവൾ പറയാണ്, അമ്മി അമ്മി ആജ് ഫീസ് അദാ കർനെ കാ ആഖിരി ദിൻ ഹെ, ആജ് ഫീസ് അദാ കർനെ കാ ആഖിരി ദിൻ ഹെ. കിസി ന കിസി തര എന്തെങ്കിലും കാണിച്ച്, കിസി ന കിസി തര കുച്ച് രൂപയ കുച്ച് പൈസ ജമാ കർ ദീജിയേന, എന്തെങ്കിലും കാണിച്ച് എനിക്ക് ഫീസ് അടക്കാനുള്ള പൈസ നിങ്ങൾ തരണം. അല്ലെങ്കിലോ വർണ കോളേജ് ന ജാ സക്കൂഗി, വർണ കോളേജ് ന ജാ സക്കൂഗി, അല്ലെങ്കിൽ എനിക്ക് കോളേജിൽ പോകാൻ സാധ്യമല്ല. ഔർ നഹി ഇംതിഹാൻ ദേ പാവുങ്കി, ഔർ നഹി ഇംതിഹാൻ ദേ പാവുങ്കി, ഞാൻ പരീക്ഷയിൽ പങ്കെടുക്കാനും സാധിക്കില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. ദേഖോ ബേട്ടി അബ്ബാജാൻ കോ ഇത്നാ പരേശാൻ മത് കരോ, അബ്ബാജാൻ കോ ഇത്നാ പരേശാൻ മത് കരോ, ഉപ്പയെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. वो कल भी तुम्हारे बारे में कह रहे थे, वो कल भी तुम्हारे बारे में बोल रहे थे. അച്ഛൻ ഇന്നലെയും, കെൽബി ഇന്നലെയും, തുമാരെ ബാരെ മേ കഹ് രഹേ ഥേ ബോൽ രഹേ ഥേ, നിന്നെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ബാഗുമതിയോട് സാവിത്രി ചോദിക്കുന്നു, ആപ് യേ ക്യാ കഹ് രഹി ഹേ അമ്മിജാൻ, ആപ് യേ ക്യാ ബോൽ രഹി ഹേ അമ്മിജാൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ക്യാ മേ അപ്നി പഠായി ഛോഡ് ദൂ, ക്യാ മേ അപ്നി പഠായി ഛോഡ് ദൂ, ഞാൻ എൻ്റെ പഠനം നിർത്തണോ? ഇതും പറഞ്ഞ് ഏകർ സാവിത്രി घर के कोने में बैठी रोने लगी. एक बोलकर कहकर സാവിത്രി घर के कोने में बैठी रोने लगी. വീടിൻ്റെ ഒരു മൂലയിലിരുന്ന് കരയാൻ തുടങ്ങി. ഫീസ് അടക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങുമോ, പരീക്ഷ മുടങ്ങുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് സാവിത്രി വീടിൻ്റെ ഒരു മൂലയിലിരുന്ന് അങ്ങനെ തേങ്ങി കരഞ്ഞു. ഇത് കണ്ടപ്പോൾ സാവിത്രി ചിന്തിക്കുന്നു, ഏ ഭഗവാൻ അബ് मैं क्या करूं, अब मैं क्या करूं, कहाँ जाऊं, मैं क्या करूं, ഞാൻ എന്ത് ചെയ്യും, കഹാ ജാവും, ഞാൻ എവിടെ പോകും. ഫീസ് അടക്കണമെങ്കിൽ പണം വേണം. ഈ പണം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും? കിസിസെ പൂച്ചും, ഞാൻ ആരോട് ചോദിക്കും? കിസിസെ രൂപയെ ഉധാർ മാങ്കൂ, കിസിസെ രൂപയെ പൈസ ഉധാർ മാങ്കൂ, കറസ് മാങ്കൂ, ആരോട്? കിസിസെ ആരോട്? രൂപയ ഉധാർ മാങ്കൂ, കറസ് മാങ്കൂ, ഞാൻ ആരോട് പണം കടം ചോദിക്കും? ബാഗുമതി ഈ സോച്ചിക്കർ ഇത് ചിന്തിച്ചുകൊണ്ട് ബേച്ചൈൻ ഹോനെ ലഗി, ആകെ മൂഡൌട്ടായി പോയി. അച്ഛനും ഒരു ഭാഗത്ത്, അമ്മയും മകളും മറ്റൊരു ഭാഗത്ത് ടെൻഷനായി വിഷമിച്ചിരിക്കുമ്പോൾ ഇത്തനെ മേ പഡോസ് കി ബുഡിയ മുംതാസ് ബീഗം വഹാ ആ പहुंची. ഇത്തനെ മേ, ഈ സംഭവങ്ങൾക്കിടയിൽ പഡോസ് കി ബുഡിയ വയോധിക, വൃദ്ധ, മുത്തശ്ശി. പഡോസ് കി ബുഡിയ, ഉസ്കാ നാം മുംതാസ് ബീഗം വഹാ ആ പहुंची. അയൽവാസിയായ മുംതാസ് ബീഗം അവിടെ എത്തി. ഈ അമ്മയെയും മൂലയിലിരുന്ന് കരയുന്ന മകളെയും കണ്ട് മുംതാസ് വല്യമ്മ ചോദിക്കുന്നു, ക്യാ ബാത്ത് ഹേ ബേട്ടി, ക്യാ പ്രോബ്ലം ഹേ ബേട്ടി, ക്യോं ഇത്തിനി പരേശാൻ നസർ ആത്തി ഹോ,
क्यों इतनी दुखी परेशान क्यों इतनी दुखी इतनी പരേശാൻ ഇത്തിനി മായൂസ് നസറാത്തിയോ എന്താണ് ഇത്ര ദുഃഖിതയായി കാണുന്നത് ഈ സമയത്ത് ബാഗുമദീനെ സാരി ബാത്തെ സാരി കഹാനിയ മുഴുവൻ സംഭവങ്ങളും ബേഗം പൊസുനായി ബേഗമിന് പറഞ്ഞു കൊടുത്തു കേട്ട പാട് കേൾക്കാത്ത പാട് ബേഗം കുച്ച് കഹേ ബഗൈർ കുച്ച് കഹേ ബഗൈർ കുച്ച് ബോൽ ബഗൈർ വഹാ സെ ചലി ഗയി ബേഗം എന്ത് ചെയ്തു കുച്ച് കഹേ ബഗൈർ ഒന്നും മിണ്ടാതെ വഹാ സെ ചലി ഗയി അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി പോയി और जल्दी से രൂപയെ ലേക്കർ പൈസ ലേക്കർ സാവിത്രിക്ക് പാസ്സായി പണം എടുത്ത് സാവിത്രിയുടെ അടുത്ത് വന്ന് എന്നിട്ട് സാവിത്രിക്ക് പണം കൊടുത്തിട്ട് മുത്തശ്ശി പറഞ്ഞു ഏ ലോ ബേട്ടി രൂപയെ ബേട്ടി ഏ രൂപയെ ബേട്ടി സാവിത്രി ഏ രൂപയെ ഈ പണം പിടിച്ചോ ഇംതിഹാൻ की ഫീസ് അദാ കരോ ഇംതിഹാൻ की ഫീസ് എക്സാം की ഫീസ് അദാ കരോ പരീക്ഷയുടെ ഫീസ് അടക്കൂ तुम पढ़ाई नहीं छोड़ोगी तुम पढ़ाई नहीं छोड़ोगी സാവിത്രി നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു പൈസ അടക്കുന്നില്ലെങ്കിൽ ഞാൻ പരീക്ഷയെ പങ്കെടുക്കൂല എന്ന് പറഞ്ഞിരുന്നു പഠനം നിർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മുത്തശ്ശി സാവിത്രിയെ സമാധാനിപ്പിക്കുന്നു തും പഠായി നഹീൻ ചോടുകി നീ എന്ത് ചെയ്യരുത് പഠനം നിർത്താൻ പാടില്ല എന്ത് ചെയ്യണം പഠിലിക്കർ ഹം സബ്ക സഹാറ ബനോഗി പഠിച്ച് നന്നായി പഠിച്ച് ഹം സബ്ക സഹാറ ബനോഗി ഞങ്ങൾക്കൊക്കെ സഹായിയായി സേവകയായി മാറണം എന്ന് മുത്തശ്ശി അവരോട് പറഞ്ഞു ഇതും പറഞ്ഞിട്ട് ആ മുത്തശ്ശി അവസാനം അവരോട് ചോദിക്കുന്നു ക്യാ തും വോ കഹാനി ഭൂൽ ഗയി ഹോ ആ മുംതാസ് ബീഗം സാവിത്രിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫീസ് അടക്കാനുള്ള പണവും കൊടുത്ത് നീ പഠനം നിർത്തരുത് നീ പഠനം തുടരണം എന്നിട്ട് പഠിച്ച് വളർന്ന് ഞങ്ങൾക്കൊക്കെ സഹായിയായി മാറണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വീണ്ടും മുംതാസ് ബീഗം വീണ്ടും സാവിത്രിയോട് ചോദിക്കുകയാണ് ക്യാ തും വോ കഹാനി ഭൂൽ ഗയി ഹോ വോ കഹാനി ക്യാ തും ഭൂൽ ഗയി ഹോ നീ ആ കഥയൊക്കെ മറന്നുപോയോ ഏത് കഥ സാവിത്രിക്കോ ബഗ്ലാത്തി ഹുയി സാവിത്രിക്കോ ബഗ്ലാത്തി ഹുയി തസല്ലി ദത്തി ഹുയി സമാധാനിപ്പിച്ചുകൊണ്ട് ബുഡിയാനെ ആ വൃദ്ധയായ ആ മുംതാസ് ബീഗം ഫർഹത്തുള്ള ബാഗ് കി കഹാനി ഫർഹത്തുള്ള ബാഗ് കി കഹാനി ഫർഹത്തുള്ള എന്ന് പറഞ്ഞ ആരാണ് ഉറുദുവിലെ പ്രശസ്തനായ ഒരു കഹാനി നിഗാറാണ് അഫ്സാന നിഗാറാണ് നല്ല ഒരു കഥ നോവലിസ്റ്റാണ് ആര് സ്റ്റോറി റൈറ്ററാണ് ആര് ഫർഹത്തുള്ള ബേഗ് അപ്പോൾ മുംതാസ് ബേഗം പറയുന്നു ഫർഹത്തുള്ള ബേഗ് കി കഹാനി ഫർഹത്തുള്ള ബേഗിൻ്റെ പ്രശസ്തമായ ആ കഥയൊക്കെ നീ മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് ആ മുംതാസ് ബേഗ് എന്ത് ചെയ്യുന്നു ഫർഹത്തുള്ള ബേഗ് കി കഹാനി സുനായി ഫർഹത്തുള്ള ബേഗിൻ്റെ മനോഹരമായ ആ കഥ അവർക്ക് സാവിത്രിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങൾക്ക് ഫർഹത്തുള്ള ബേഗിൻ്റെ കഥ എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാകും ഇല്ലേ ഇൻഷാ അല്ലാഹ് ഇൻതിസാർ കരോ അല്പം ഒന്ന് പ്രതീക്ഷിക്കുക വെയിറ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ഈ പാഠം വളരെ മനോഹരമായി ഒരു 3, 4, 5 പ്രാവശ്യം നന്നായി ഈ പാഠഭാഗം ഇത് പാഠമല്ല ഇത് പാഠഭാഗത്തിൻ്റെ നരേഷനാണ് അത് നിങ്ങളൊന്ന് നന്നായി വായിക്കുക ഇൻഷാ അല്ലാഹ് വായിച്ചതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്കൊരു 7 ചോദ്യം തരും ആ 7 ചോദ്യത്തിൻ്റെ ആൻസർ ഈ പേജിലുണ്ട് 13ാമത്തെ പേജിലുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം ഓക്കെ ओके शुक्रिया। प्यारे बच्चों, अभी हम नरेशन पेज के सवाल पर देखना चाहिए। नरेशन पेज ചോദ്യങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാം। मैं सबसे पहले बोला था उसका जवाब कहाँ होगा, किताब में होगा। ഇതിൻ്റെ ഉത്തരങ്ങൾ കിതാബിലുണ്ടാകും। ഓക്കെ, അത് നോക്കി ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ इंशा अल्लाह എഴുതിയെടുക്കണം। पहला सवाल देखो, सुबह को सावित्री अम्मी के पास आकर क्या बोली। सुबह को പ്രഭാതത്തിൽ സാവിത്രി അമ്മയ്ക്ക് പാസ് ആക്കർ, സാവിത്രി അമ്മയുടെ അടുത്ത് വന്നിട്ട് ക്യാ ബോലി, എന്താണ് പറഞ്ഞത്, എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആപ്പനെ പടാഹെ, നിങ്ങൾ വായിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ അല്ലേ? എന്താ പറഞ്ഞത്?
നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെ പറയാം? സുബ സുബ മായൂസ് ഹോക്കർ അമ്മി കെ പാസ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സുബക്കോ സാവിത്രി അമ്മി കെ പാസ് ആക്കർ ബോലി. എന്നിട്ട് അമ്മി അമ്മി ആജ് ഫീസ് അദാ കർനെ കാ ആഖിരി ദിൻ ഹെ, किसी न किसी तरह कुछ रुपया कुछ पैसा जमा कर दीजिए वरना मैं कॉलेज न जा सकूंगी और नहीं इम्तिहान दे पाऊंगी. എന്താ സാവിത്രി പറഞ്ഞത്? ഇന്ന് ഫീസ് അടക്കാനുള്ള അവസാന തീയതിയാണ്, ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പണം എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോവുകയില്ല, ഞാൻ പരീക്ഷ എഴുതുകയില്ല എന്നാണ് സാവിത്രി അമ്മയോട് പറഞ്ഞത്. ഓക്കെ, ഈ ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുക്കണം. सेकंड क्वेश्चन देखो, सावित्री घर के कोने में बैठकर रोने लगी क्यों? സാവിത്രി घर के कोने में बैठकर വീട്ടിന്റെ മൂലയിൽ ഇരുന്നിട്ട് രോനെ ലഗി കരയാൻ തുടങ്ങി. ക്യോ, എന്തുകൊണ്ടാണ് സാവിത്രി വീട്ടിന്റെ മൂലയിൽ ഇരുന്ന് കരഞ്ഞത്? അതിൻ്റെ ഉത്തര പുസ്തകത്തിലുണ്ടോ? നന്നായി നോക്കുക, വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. എന്താണ്? सावित्री के अब्बा के पास भगवान दास के पास फीस अदा करने के लिए पैसा नहीं था और अम्मी के पास भी पैसा रुपया नहीं था, इसलिए अपनी पढ़ाई छोड़ो, अपना इम्तिहान क्या होगा, खो जाएगा, नष्टपड़ुम. ये सब बात सोचकर वो घर के कोने में बैठकर रोने लगी. അപ്പം എന്താണ്? തൻ്റെ പഠനം മുടങ്ങുമോ, പരീക്ഷ മുടങ്ങുമോ, ഫീസ് അടക്കാൻ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പൈസ ഇല്ല എന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് സാവിത്രി വീട്ടിൻ്റെ മൂലയിൽ ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കരയാൻ തുടങ്ങിയത്. ഓക്കെ, तीसरा सवाल देखो, सावित्री की बात सुनकर बागमती ने क्या सोचा? സാവിത്രിക്ക് ബാത്ത്, സാവിത്രിയുടെ സംസാരം കേട്ടപ്പോൾ ബാഗുമതിനെ ക്യാ സോച്ച, ബാഗുമതി എന്താണ് ചിന്തിച്ചത്? ഉസ്കാ ജവാബ് ദേഖാ. ഏ ഭഗവാൻ, അത് ഉത്തരം ഇങ്ങനെ എഴുതണം. സാവിത്രിക്ക് ബാത്ത് സുൻകർ ബാഗുമതിനെ, ചോദ്യം എന്താണ്? ക്യാ സോച്ച. അവ ക്യാ എന്നുള്ള ഒഴിവാക്കുക. എന്നിട്ട് സാവിത്രിക്ക് ബാത്ത് സുൻകർ ബാഗുമതിനെ സോച്ച, സാവിത്രിയുടെ സംസാരം കേട്ട് ബാഗുമതി ചിന്തിച്ചു. ए भगवान अब मैं क्या करूं, कहाँ जाऊं, किधर जाऊं और किससे पूछूं, किससे रुपया उधार मांगू? എങ്ങനെ? ए भगवान अब मैं क्या करूं, कहाँ जाऊं, किससे पूछूं, किससे रुपया उधार मांगू. ഞാൻ, എൻ്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോകും? ആരോട് ചോദിക്കും? ആരോട് പണം കടം ചോദിക്കും? और मेरी സാവിത്രി की इम्तिहान हो जाएगा, എൻ്റെ മോളുടെ പരീക്ഷ നഷ്ടപ്പെടും, നഷ്ടപ്പെടുമല്ലോ. ഉസ്കി പഠായി ഖത്തം ഹോ ജായേഗ, അവിടെ പഠനം നിന്നു പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ബാഗുമതി ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഉത്തരം എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമല്ല, ഒന്നുകൂടി വൈഡായിട്ട് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, चौथा क्वेश्चन, നാലാമത്തെ ചോദ്യം നോക്കൂ. സാവിത്രിക്ക് ഫീസ് അദാ കർണമേ മദദ് കി ഖാൻ. സാവിത്രിക്ക് ഫീസ്, അവളുടെ ഫീസ് അദാ കർണമേ അടയ്ക്കാൻ, മദദ് കി സഹായിച്ചു, ഖാൻ ആര്? ഉത്തരം വളരെ സിമ്പിളാണ്. സാവിത്രിക്ക് ഫീസ് അദാ കർണമേ മദദ് കി ഖാൻ ആരാ സഹായിച്ചത്? മുംതാസ് അല്ലെങ്കിൽ പടോസ് की बुढ़िया मुमताज बेगम ने सावित्री की फीस अदा करने में मदद की. ओके, पांचवा क्वेश्चन देखो, फीस अदा करने का रुपया देकर मुमताज बेगम ने सावित्री से क्या कहा? ഫീസ് അടക്കാനുള്ള പൈസ കൊടുത്തിട്ട് മുംതാസ് ബീഗം സാവിത്രിയോട് ക്യാ കഹ, എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? देखो, किताब देखो. बेड़िया
मुमताज़ बेगम ने पैसा देकर सावित्री के पास आई. എന്നിട്ട് എന്ത് പറഞ്ഞു? ए लो बेटी रुपया, इम्तिहान की फीस अदा करो, तुम पढ़ाई नहीं छोड़ोगी, पढ़ लिख कर हम सबका सहारा बनोगी. क्या तुम वो कहानी भूल गई हो? സാവിത്രി ഫർഗത്തുള്ള ബേഗ് की कहानी. അങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. എങ്ങനെ? बूढ़िया पड़ोस की बुढ़िया मुमताज़ बेगम ने पैसा लेकर आई और सावित्री से कहा, सावित्रियोട് പറഞ്ഞു, ये लो बेटी रुपया, इम्तिहान की फीस अदा करो, तुम पढ़ाई नहीं छोड़ोगी, पढ़ लिख कर हम सबका सहारा बनोगी. क्या तुम वो कहानी भूल गई हो? फरगतुल्ला बेग की कहानी. ഓക്കെ. അപ്പം നീ എന്ത് ചെയ്ത് പണം പൈസ അടക്കൂ, പഠനം നിർത്തരുത്, പഠിച്ച് ഞങ്ങളെയൊക്കെ സഹായിയാകണം, നീ ഫർഗത്തുള്ള ബാഗിൻ്റെ ആ കഥയൊക്കെ മറന്നുപോയോ എന്ന് എന്ത് ചെയ്തു? സാവിത്രിയോട് മുംതാസ് ബീഗം പറയുന്നു. ഓക്കെ. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? ആറാമത്തെ, പൈസ ദേക്കർ मुमताज़ बेगम ने सावित्री को किसकी कहानी सुनाई? कहानी का नाम क्या होगा? पैसा देकर, पैसा കൊടുത്തിട്ട് മുംതാസ് ബീഗം ने സാവിത്രിക്ക് കിസ്കി കഹാനി സുനായി. കിസ്കി കഹാനി, ആരുടെ കഥയാണ് പറഞ്ഞു കൊടുത്തത്? കഹാനി കാ നാം ക്യാ ഹോഗ, കഥയുടെ പേര് എന്തായിരിക്കും? ആൻസർ അബ്ല ദേഖാ ഹോഗ. കിസ്കി കഹാനി സുനായി, ആരുടെ കഥയാണ് പറഞ്ഞു കൊടുത്തത്? ഉറുദുവിലെ പ്രശസ്തനായ കഹാനി നിഗാറായ, അഫ്സാന നിഗാറായ ഫർഗത്തുള്ള ബേഗ് की കഹാനി സുനായി. ഫർഗത്തുള്ള ബേഗിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. കഹാനി കാ നാം ക്യാ ഹോഗ, കഥയുടെ പേരെന്തായിരിക്കും? ये आप लोग देखना चाहिए, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഇനി ഏഴാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ടതല്ല എന്നല്ല കേട്ടോ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ബുഡിയ मुमताज़ बेगम ने इम्तिहान की फीस अदा करने में सावित्री की मदद की. ബുഡിയ മുംതാസ് ബീഗം വയോധികയായ മുംതാസ് ബീഗം ഇംതിഹാൻ की फीस अदा करने में, പരീക്ഷ ഫീസ് അടയ്ക്കാൻ വേണ്ടി സാവിത്രിക്ക് മദദ്, സാവിത്രിയെ സഹായിച്ചു. അതൊരു സത്യമാണ്, വസ്തുതയാണ്. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഫീസ് അടക്കാനില്ലാത്തതിൻ്റെ പേരിൽ, പിന്നെ പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, വസ്ത്രം വാങ്ങാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ പഠനങ്ങളും മറ്റുമൊക്കെ മുടങ്ങിപ്പോകുമ്പോൾ അവരെ സഹായിക്കുന്ന പല നല്ല മനസ്സിൻ്റെ ഉടമകളും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം മുംതാസ് ബീഗം ചെയ്തതും ഒരു സത്യമാണ്. ഇനി നിങ്ങളോട് ചോദ്യം, ബച്ചോ ആപ്പിനെ ബി നിങ്ങളും ഇസീ തര ഇതുപോലെ അപ്പിനെ കിസി ദോസ്ത്, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരെയോ അല്ലെങ്കിൽ പടോസിക്ക് മദദ് കി ഹോഗി, അയൽവാസിയെയും സഹായിച്ചിട്ടുണ്ടോ? ബയാൻ കീജിയെ, ഒന്ന് വിശദീകരിക്കുക. അപ്പം നമ്മളും മുംതാസ് ബീഗം ചെയ്തതുപോലെ ഫീസ് അടക്കാൻ ഇല്ലാതെ പഠനം നിന്നു പോകുന്ന ഒരവസ്ഥയിൽ, പരീക്ഷ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന സാവിത്രിയെ പണം കൊടുത്തു സഹായിച്ച മുംതാസ് ബീഗമിനെ പോലെ നമ്മളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കുക. ഇല്ലെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലുള്ള, അയൽപ്പക്കത്തുള്ള, നാട്ടിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് എഴുതുക. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ഈ നരേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് സാവിത്രിയെ സമാധാനിപ്പിച്ചുകൊണ്ട് മുംതാസ് ബീഗം പറഞ്ഞു കൊടുത്ത ഫർഗത്തുള്ള ബേഗിൻ്റെ കഥ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാവുന്നതാണ്. ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം വായിച്ചു നോക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.